പോക്കറ്റ് ശർമ്മ വന്നാ എടി പോക്കറ്റ് ഷവർമ്മ അല്ല, റോക്കറ്റ് ശർമ്മ. എടി ഇപ്പൊ തന്നെ വരൂ ഇത്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ്? ഈ കംഫർട്ട് സ്റ്റേഷനൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പുള്ളിയൊക്കെ വരുമോ? ഇതുപോലൊരു കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിലേക്ക് ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ വരുമോ? അതാ ഞാനും ആലോചിക്കണം, വരുമോ? അത് കാരണേ കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനം എന്നല്ല പറഞ്ഞേക്കണത്, പിന്നെ? ഒരു പെർഫ്യൂം കടയുടെ ഉദ്ഘാടനം എന്നാണ് പറഞ്ഞേക്കണത്. സാറേ നമസ്കാരം. അതെ, പെട്ടെന്ന് വേണം, എന്നിട്ട് വേണം എന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എനിക്ക് പോവാൻ. അല്ല സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സാർ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് അതെ അതെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഹലോ കോച്ചൻ, എന്റെ ഞാൻ ആക്കി മാറ്റിയ എന്റെ എല്ലാ ഫാൻസിനും ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തിനാണ് ഉദ്ഘാടനം എന്നറിഞ്ഞപ്പോൾ എന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തെന്നിന്ത്യൻ നായകൻ എന്റെ അടുത്ത് പറഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ആരും അനുവാദം ചോദിക്കാണ്ട് കുറച്ച് ഞാൻ പൊതിഞ്ഞെടുക്കുവേ. പെർഫ്യൂം പെർഫ്യൂം ഇവിടെ വെച്ച് എല്ലാ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു വാഗ്ദാനം തരികയാണ്. നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ പെർഫ്യൂം കടയുടെ. അത് മാത്രമല്ല, ഇതിന്റെ ഒരു ബ്രാഞ്ച് ദുബായിൽ തുടങ്ങിയാലോ എന്നൊരു ആലോചന. അല്ല, ദുബായിലൊക്കെ ഇത് പോവോ? ദുബായിലും എല്ലായിടത്തും പോകുന്ന ഒരു ഐറ്റമാണിത്. എന്ത് പെർഫ്യൂം? അത് മാത്രമല്ല,